what to do. 10th class കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ what to do എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരണം. So then my dad put me for a competency mapping. So അതിൽ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. Then 10th class കഴിഞ്ഞിട്ട് ലാസ്റ്റ് പ്രീ ഡിഗ്രി ബാച്ച് ഞങ്ങൾ. സോ അതിന്റെ സമയത്ത് ഓൾമോസ്റ്റ് അബൌട്ട് ഒരു 6 months ഗ്യാപ്പ് ഉണ്ട്. സോ അതിൽ ഈ ഞാൻ ഐഡന്റിഫൈ ചെയ്ത ഒരു 5 കരിയറിൽ ഞാൻ ഓരോരോ മാസം ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായിട്ട് ചെയ്യാൻ തോന്നിയതും ഒരിക്കലും അടിക്കാതെ ചെയ്യാൻ തോന്നിയ ഒരു കരിയർ ഇതായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് കെമിസ്ട്രിയോട് കൂടുതൽ കമ്പുണ്ടായിരുന്നു. സോ ദെൻ ഐ വാസ് തിങ്കിങ് വേർ ഐ ക്യാൻ യൂസ് ഇറ്റ്, ആൻഡ് ദാറ്റ്സ് ഹൗ ദ ബേക്കിംഗ് സയൻസ് ആൻഡ് പേസ്ട്രി, ആൻഡ് ദെർ ഇസ് നോ ലുക്കിംഗ് ബാക്ക്. ഹായ് ഓൾ, വെൽക്കം ടു അറിവ് കരിയർ ടോക്സ്. ഇന്ന് നമ്മളുടെ കൂടെ ഒരു വിശിഷ്ട വ്യക്തിയാണുള്ളത്. മറ്റാരുമല്ല, lavonne അക്കാഡമി ഓഫ് ബേക്കിംഗ് സയൻസ് ആൻഡ് പേസ്ട്രിയിലെ കോ ഫൗണ്ടർ ആൻഡ് ഡയറക്ടറായ ഡോക്ടർ ഷെഫ് എവിൻ ആണ്. സാറിന് നമുക്ക് ഈ ഇന്റർവ്യൂയിലോട്ട് സ്വാഗതം ചെയ്യാം. ഹായ് സർ, വെൽക്കം ടു അറിവ് കരിയർ ടോക്സ്. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ആൻ ഓണർ. ഈ ഒരു കരിയർ തിരഞ്ഞെടുക്കാനുള്ള ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? I think it goes back to my school days. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് what to do. 10th class കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ what to do എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരണം. So then my dad put me for a competency mapping. So അതിൽ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. Then 10th class കഴിഞ്ഞിട്ട് ലാസ്റ്റ് പ്രീ ഡിഗ്രി ബാച്ച് ഞങ്ങൾ. സോ അതിന്റെ സമയത്ത് ഓൾമോസ്റ്റ് അബൌട്ട് ഒരു 6 months ഗ്യാപ്പ് ഉണ്ട്. സോ അതിൽ ഈ ഞാൻ ഐഡന്റിഫൈ ചെയ്ത ഒരു 5 കരിയറിൽ ഞാൻ ഓരോരോ മാസം ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായിട്ട് ചെയ്യാൻ തോന്നിയതും ഒരിക്കലും അടിക്കാതെ ചെയ്യാൻ തോന്നിയ ഒരു കരിയർ ഇതായിരുന്നു. സോ ഞാൻ ഒരു മാസം ഞാനൊരു ഹോട്ടലിൽ വർക്ക് ചെയ്തു. വെൻ ഐ വാസ് വർക്കിംഗ് I realized the fact that I can do this every day without getting bored. So അങ്ങനെയാണ് ഹോട്ടൽ ഫീൽഡിലേക്ക് വരുന്നത്. ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്യാൻ തീരുമാനിച്ചത് അതിനുശേഷമാണ്. ബട്ട് വൈൽ ഐ വാസ് ഡൂയിങ് ഹോട്ടൽ മാനേജ്മെന്റ്, ഐ ഗോട്ട് എ സ്കോളർഷിപ്പ് ടു ഫ്രാൻസ്. ഫസ്റ്റ് ഇയർ തീരുമ്പോഴേക്കും എനിക്കൊരു ഫ്രാൻസിൽ പോകാനായിട്ടൊരു സ്കോളർഷിപ്പ് കിട്ടി. അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ബേക്കിംഗ് ആൻഡ് പേസ്ട്രി കുറിച്ച് കൂടുതൽ അറിയാം. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. സോ then I explored this option of baking sciences and pastry arts, which I found it to be a career where I'm going to amalgamate all the all the likings of mine, like paint ചെയ്യാനുള്ള കഴിവ്, കുറച്ച് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ്, സ്കൾപ്റ്റിംഗ്, ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ ഒരു കരിയർ ആയിരുന്നു ബേക്കിംഗ് സയൻസ് ആൻഡ് പേസ്ട്രി ആർട്സ്. പിന്നെ എനിക്ക് കുറച്ച് കെമിസ്ട്രിയോട് കൂടുതൽ കമ്പുണ്ടായിരുന്നു. സോ ദെൻ ഐ വാസ് തിങ്കിങ് വേർ ഐ ക്യാൻ യൂസ് ഇറ്റ്, ആൻഡ് ദാറ്റ്സ് ഹൗ ദ ബേക്കിംഗ് സയൻസ് ആൻഡ് പേസ്ട്രി, ആൻഡ് ദെർ ഇസ് നോ ലുക്കിംഗ് ബാക്ക്. ആൻഡ് അന്ന് തുടങ്ങിയ ജേർണിയാണ്. സോ ഐ എം സ്റ്റിൽ കണ്ടിന്യൂയിങ് ആസ് എ ബേക്കർ ആൻഡ് എ പേസ്ട്രി ഷെഫ്. ഓക്കെ സർ, സാറിന് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാനായിട്ട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരു പേസ്ട്രി എന്താണ്, എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഈ ഒരു പേസ്ട്രി ഷെഫിന്റെ കരിയറിൽ ആദ്യം എല്ലാവരും പേസ്ട്രിയിലേക്ക് തുടങ്ങാണ്. അതിനുശേഷം കുറച്ച് മെച്യൂരിറ്റി എത്തിക്കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ പേസ്ട്രിന്ന് മാറി കുറച്ച് ബേക്കിംഗ് എന്നുള്ള രീതി. കാരണം ചലഞ്ചസ് കൂടുതലാണ് ബേക്കിങ്ങിൽ. പേസ്ട്രി ഈസ് മച്ച് മോർ ഈസിയർ. കുറച്ച് മെച്യൂരിറ്റി എത്തിക്കഴിയുമ്പോൾ നമ്മൾ തന്നെ ട്രാൻസ്ഫോം ആയിട്ട് ബേക്കിങ്ങിലേക്ക് പോകും. സോ ഒരു 8 വർഷം മുമ്പ് ചോദിക്കുവാണെങ്കിൽ വാട്ട് ഈസ് മൈ പാഷൻ, ഞാൻ പറഞ്ഞേനെ പേസ്ട്രിയാണ്. ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sourdoughs, viennoiseries, making new breads, making new breads of different cultures. അതിലാണ് ഞാനിപ്പോ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത്. So I'm more artisanal in nature right now, more holistic, more value driven, and so on. So at this point of time, I think my biggest obsession to do is, I think it is the viennoiseries, like croissant, danishes, and things like that. ഓക്കെ സർ, ഒരു പേസ്ട്രി ഷെഫ് അല്ലെങ്കിൽ ഒരു ബേസിക് ബേക്കിംഗ് ആയിട്ട് ഒക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ സർ എങ്ങനെ ഈ ഒരു ഫീൽഡിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നത്?
it's a very important question. It's not easy. കാരണം നാഷണൽ ജിയോഗ്രാഫിക് ചാനലിന്റെ കഴിഞ്ഞ മാസത്തെ റിപ്പോർട്ട് നോക്കണമെങ്കിൽ എവറി സെക്കൻഡ് there are 3 job opportunities that is born in hospitality field. അങ്ങനെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നത് മാത്രമല്ല, ഇതിൽ അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ സംഭവം. സോ ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, I work with a group of youngsters ഒന്നാമത്. So they are more updated with Facebook, Instagram and so on and so forth. So ഞാൻ എല്ലാ 2 വർഷം കൂടുമ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് പോയി പഠിച്ചിട്ട് തിരിച്ചു വരും. അത് മാൻഡേറ്ററി ആണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാനിത് ചെയ്യേണ്ട. അതായത് 2 വർഷം കൂടി കഴിയുമ്പോൾ ഏതെങ്കിലും പുറത്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആരെങ്കിലും കൂടെ പോയി ഇന്റേൺഷിപ്പ് ചെയ്യും, മിനിമം 3 months. അത് വന്നു കഴിഞ്ഞിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കും. പിന്നെയും ഒരു വർഷം കഴിയുമ്പോൾ അത് ഔട്ട്ഡേറ്റഡ് ആവും, പിന്നെയും ഇന്റേൺഷിപ്പിന് പോകും. സോ ദിസ് ഈസ് സംതിങ് വിച്ച് ഐ ഡു വെരി റിലീജിയസ്ലി. ഈ കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ പാനറ്റോണെ പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെയിനിൽ പോയി. സോ അതിനു മുമ്പ് ഇറ്റലി പോയി ജലാറ്റോനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ എല്ലാ 2 വർഷം കൂടുമ്പോൾ ഞാനൊരു സ്റ്റുഡൻ്റ് ആവും. അത് ഐ തിങ്ക് ദാറ്റ്സ് ഹൗ ഐ ഗെറ്റ് അപ്ഡേറ്റഡ് വിത്ത് വാട്ട് ഐ ഡു. സാറിന്റെ കരിയറിൽ നേരിടേണ്ടി വന്ന എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് വിശദീകരിക്കാമോ? ഈ എക്സ്പീരിയൻസ് ആണ് നമ്മളെ ഒരു മെച്ചുവേർഡ് ആക്കുന്നത്. എവറി ഡേ ഇസ് എ ചാലഞ്ച്. എവറി ഡേ യു ഹാവ് problems, but I stop using the word problems. I start using the word as a challenge, and transforming the thought process as a challenge than a problem is the biggest challenge that I face on a regular day. Problems എല്ലാവർക്കും ഉണ്ട്. പ്രോബ്ലംസ് ഇല്ലാത്ത ആരുള്ളത്? പ്രോബ്ലംസ് ഫേസ് ചെയ്യാത്ത ഏത് കരിയർ ഫീൽഡ് ഉള്ളത്? എസ്പെഷ്യലി ബേക്കിംഗ് സയൻസും പേസ്ട്രി ആർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാ ദിവസവും വേറെ രീതിയിലാണ് ബിഹേവ് ചെയ്യണം. അത് വന്നിട്ട് അറ്റ്മോസ്ഫിയറിക് ഹീറ്റ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, വെള്ളം എല്ലാ ദിവസവും ഡിഫറെന്റ് വെള്ളമാണ്. കാരണം നമുക്കൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള വെള്ളമൊന്നും അല്ല നമ്മുടെ ടാപ്പിൽ കൂടി കിട്ടുന്നത്. അതും റിവേഴ്സ് ഓസ്മോസിസ് വാട്ടർ ആണെങ്കിൽ എല്ലാ ദിവസവും ഇറ്റ് ആക്ട്സ് ഡിഫറെന്റ്ലി. സോ എവറി ഡേ ഇസ് എ ചാലഞ്ചിങ് ഡേ. ബട്ട് ദ മൊമെന്റ് വെൻ യു realize that it is not a problem, it's a challenge, I think majority of the problems are solved. സർ, ഒരു പേസ്ട്രി ഷെഫ് എന്നുള്ള നിലയിൽ ഇതിനു വേണ്ടി ഈ ഒരു കരിയറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് സർ കരുതുന്നത്? ഫസ്റ്റ് വന്നിട്ട് ഐ ഫോർ ഡീറ്റെയിൽ ആണ്. അതായത് നമ്മൾ ചെറിയ സാധനങ്ങളാണ് വലിയ റിസൾട്ട്സ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ പറഞ്ഞ സംഭവങ്ങളൊന്നല്ല, വലിയ മഹാത്മാരും അരിസ്റ്റോട്ടിലൊക്കെ എഴുതി വെച്ച സംഭവങ്ങളാണ്. എന്താ എഴുതി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഐ ഫോർ ഡീറ്റെയിൽസ് ആണ് വലിയ ക്രിയേഷന് ഒതുങ്ങുന്നത്. സോ ദ പോയിന്റ് ബീങ് ഫസ്റ്റ് വൺ ഈസ് പേഷ്യൻസ്. ഈ ക്ഷമ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോ ഞാൻ ക്ഷമയോടുകൂടി ജനിച്ച ഒരാളല്ല. I don't have that quality of being patient, but this career taught me to be patient. Point number 1. Point number 2, updated with the current generation. It is very, very critical. ഞാൻ പറഞ്ഞ പോലെ ഓരോ സെക്കൻഡിലും പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആകുമ്പോൾ അതനുസരിച്ചുള്ള ചലഞ്ചസ് ഉണ്ട്. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഫോർ ഡീറ്റെയിൽ. നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു ബാലൻസ് യുവർ പേഴ്സണൽ ലൈഫ് വിത്ത് പ്രൊഫഷണൽ കരിയർ. So that's are the 4 virtues I think you need to stay in this field. ഓക്കെ സർ, സാറിന് വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ആ ഒരു ഇൻഗ്രീഡിയന്റ് വെച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വെച്ച് വർക്ക് ചെയ്യാനായിട്ടാ താല്പര്യം? അങ്ങനെയുള്ള ഒരു ഇൻഗ്രീഡിയന്റ് അതെന്താണ്? I think it is a flour. The flour is like a baby. എല്ലാ ദിവസവും ഈ മാവ് ബിഹേവ് ചെയ്യണ ഡിഫറെന്റ് ആണ്. ഒരു കൊച്ച് എങ്ങനെയാണോ ജനിച്ച് കരച്ചിൽ നിർത്തുന്നു, പിന്നെ ഓടി നടക്കും, എഴയാൻ തുടങ്ങുന്നു, പിന്നെ ഓടി നടക്കുന്നു, അതുപോലെ തന്നെയാണ് ഈ ഫ്ലവറും ബിഹേവ് ചെയ്യുന്നത്. സോ ഐ സ്റ്റിൽ ഹാവ് നോട്ട് ക്രാക്ഡ് ഇറ്റ്. I have not still
crack the art of handling the flour. But that is something which is very challenging and which I find it very, very interesting. And the second ingredient, I think it is salt. Uppu. ഓക്കെ സർ, പൊതുവെ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന കലിനറി ആർട്സിൽ നിന്ന് മാറി ബേക്കിംഗ് സയൻസ് തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു കാരണം അതെന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കലിനറി ആർട്സിലാണ്. പക്ഷേ ഞാൻ ഫ്രാൻസിൽ സ്കോളർഷിപ്പ് ഇട്ട് പോകുമ്പോഴാണ് എൻ്റെ ഫുൾ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും തിരഞ്ഞെടുക്കാറുണ്ട്. എനിക്ക് ഈ ജന്മസിദ്ധമായിട്ടുള്ള കുറെ കഴിവുകൾ ഉണ്ടായിരുന്നു. ലൈക്ക് പെയിന്റിങ്, സ്കൾപ്റ്റിംഗ്, മ്യൂസിക്. 12ാം ക്ലാസ് വരെ വലിയ വലിയ മ്യൂസിക് ട്രൂപ്പിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. കുറെ അധികം കാസറ്റ്, പഴയ കാസറ്റ് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒത്തിരി പെർക്കഷൻ, തബലയും മൃദംഗമൊക്കെ വായിച്ചിട്ടുണ്ട്. സോ ഞാൻ നോക്കിയായിരുന്നു എല്ലാത്തിലും കമ്പൈൻ ചെയ്യുന്ന ഒരു ജോലി എന്താണ്, അതായത് എനിക്ക് ജോലി ചെയ്യണ്ട, പക്ഷെ എല്ലാം കമ്പൈൻ ചെയ്തിട്ട് എവറി ഡേ ഷുഡ് ബി എ ന്യൂ ഡേ ഫോർ മീ. അങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് ചിന്തിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഫ്രാൻസിൽ പോയി കഴിഞ്ഞപ്പോഴാണ് then I realized that I can combine majority of my skills in one simple career, and that's why I chose to be a bakery chef and pastry. ഓക്കെ സർ, സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേസ്ട്രി ഷെഫ് ആരാണ്? വൈ ഡു യു അഡ്മയർ ഹിം? ഐ തിങ്ക് ഒത്തിരി പേരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ അമ്മേനെ പോലുള്ള ഒരു വലിയൊരു പേസ്ട്രി ഷെഫ് ഈ ലോകത്തുണ്ടാവില്ല. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽ വൈസ് അല്ല, എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരും ഇൻ വൺ വേ ഓർ അനദർ ദേ ആർ ആർട്ടിസ്റ്റ്. ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വലിയ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അമ്മമാർ. എനിക്ക് തോന്നുന്നു ഫോർ മീ ദ ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻ ഈസ് മൈ മോം. And then in the outside world, whom I get inspired is from Chef Antonio Bashir. Chef in the birthday കൂടിയാണെന്ന്. So then every chef is an inspiration by yourself. But I kept Chef Bashir as a place where I decided to do my career. So that way, chef is one of the important things. But if you ask me, my mom is the biggest inspiration and biggest pastry chef according to me. ഓക്കെ സർ, സാർ ക്രിയേറ്റീവ് സൈഡും ടെക്നിക്കൽ സൈഡും എങ്ങനെയാണ് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് 50-50. സോ ഇറ്റ് ഈസ് ആൻ ആർട്ട് ആസ് വെൽ ആസ് എ സയൻസ്. ഇറ്റ് ഈസ് എ സയൻസ് ബിക്കോസ് to gauge the ingredients, the science plays an important role. To bring the creative side of this ingredients converted into something productive, then you need the art part of it. So science and art, it's an amalgamation of science and art. That is what my profession is about. And how to do that? It is constant researching and constant reading. ഓക്കെ സർ, സാറിന്റെ കൂടെയുള്ള ഷെഫ്മാരും അല്ലെങ്കിൽ കൊളീഗ്സും ഒക്കെ ആയിട്ട് പുതിയൊരു റെസിപ്പി ട്രൈ ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അവരുമായിട്ട് എങ്ങനെയാണ് സാർ കൊളാബറേറ്റ് ചെയ്യുന്നത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സ്പെഷ്യലൈസേഷൻ. പണ്ട് കാലത്തായിരുന്നു എല്ലാവരും എല്ലാം ചെയ്യുമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നല്ല. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിനായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ചില കാര്യങ്ങൾ അതിനാണ്. When you combine all these things together, so we have an exclusive research and development team at lavonne. ഞങ്ങൾ അവിടെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെനു ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഈ 6 പേരും ഒരുമിച്ച് വരും. അത് കഴിഞ്ഞിട്ട് അവരുടെ സ്പെഷ്യാലിറ്റിയിൽ കൂടി ഉൾത്തിരിയുന്നതാണ് ഫൈനൽ ക്രിയേറ്റിവിറ്റി. നമ്മൾ ഒരു സീഡ് മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. കാരണം I mean 16 years into the career, that is what is being expected. Now it is the creativity is all about how well you think or how differently you think about it now. So now നമ്മൾ ഒരു സീഡ് ഇട്ട് കൊടുക്കുന്നു, അതിനെ വളർത്തി വലുതാക്കാനായിട്ട് ഒരു ടീമുണ്ട്. പക്ഷേ the seeding is the most important part. So we have a team which works exclusively to create new products, and that's how it works. ഓക്കെ സർ, റെസിപ്പി ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിങ്ങിനെ പറ്റിയുള്ള അതിനെ സാറിന്റെ എക്സ്പീരിയൻസിനെ പറ്റി ഒന്ന് വിവരിക്കാമോ?
in the sense how it is being done. So ആദ്യത്തെ ഒരു 8 വർഷം 9 വർഷം we have to do everything. നമ്മൾ അതിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയതിനു ശേഷമാണ് ഒരു R&D എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലെ. കാരണം അതില് ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം മാത്രമല്ല, അത് കൊമേഴ്ഷ്യലി വൈബിൾ ആണെന്ന് അറിയണം, അതൊരു ഫീസിബിൾ ആണെന്ന് അറിയണം, അത് പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അത് എങ്ങനെയാണ് ആ മാർക്കറ്റ് ഈ പ്രൊഡക്റ്റിന് എടുക്കുന്നതെന്ന് അറിയണം. എടുത്തില്ലെങ്കിൽ നമ്മൾ അതിനേതായ ടൂൾസ് ഉണ്ട്. അതിൻ്റെതായ ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പൊ ഒരു മാർക്കറ്റിംഗിലാണെങ്കിൽ ഒരു 4 ബോക്സ് അനാലിസിസ്, ഞങ്ങളുടെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞ മെനു എഞ്ചിനീയറിംഗ് ആൻഡ് സോ ആൻഡ് സോ ഫോർത്ത്. സോ R&D ചെയ്യുന്നത് മാത്രമല്ല, സോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന ഒരു സീഡ് വേണം, അത് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിന് ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് എന്തുകൊണ്ടാണ് റണ്ണായത് അല്ലെങ്കിൽ ആവാഞ്ഞത് എന്നുള്ളത് അറിയണം. അതിനുശേഷമാണ് we'll come to a conclusion that this product will really do well in the market. So the market research is important, the demographics is important. എല്ലാം കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ആകെ തുകയാണ് ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം ചെയ്യുന്നത്. So it's a culmination of different departments, starting from purchases, getting the ingredients, right equipment, right temperatures. So ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ ഒരു പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ ക്ലൈമറ്റ് ഇറ്റ് ഈസ് എ വെരി സപ്പോർട്ടിങ് ക്ലൈമറ്റ്. ഡൽഹിയിൽ അങ്ങനെയല്ല, മുംബൈയിൽ അങ്ങനെയല്ല, കേരളത്തിൽ അങ്ങനെയല്ല. സോ എവറി സ്ഥലത്തിനും പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ഡിഫറെന്റ് ആയിരിക്കും. സോ ഓൾ ദീസ് തിങ്സ് കമ്പൈൻ ടുഗെദർ ഈസ് the sum total of the R&D product. ഓക്കെ സർ, ഈ ഒരു ഫാസ്റ്റ് പേസ്ഡ് കിച്ചൺ എൻവയൺമെന്റിൽ സർ എങ്ങനെയാ സ്വയം ഓർഗനൈസ്ഡ് ആവുന്നതും ടൈം എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നതും? At the end of the day, it is about ഒരു സ്ഥാപനം തുടങ്ങി എന്ന് വെക്കാം. സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം ആ സ്ഥാപനം നിൽക്കുകയാണെങ്കിൽ that means that you are doing something correct. So 11 years into lavonne, as an entrepreneur, I think we are doing something correct about it. So how to be organized? This career demands you to be organized. This demands to plan it, organize it, develop it, and evaluate. So it is the part and parcel of this career altogether. ഓക്കെ സർ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തെ എങ്ങനെ നോക്കി കാണുന്നു? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരിയർ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഓർക്കുഡ് എന്നുള്ളത്. അതിന് അറ്റ് വൺ സ്റ്റേജ് ഫേസ്ബുക്ക് ഓവർടുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ ഹവ് ഡിസൈഡഡ് ഐ എം നോട്ട് ഗോയിങ് ടു യൂസ് ഫേസ്ബുക്ക് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻവേഷൻ ഇൻ ടു മൈ പ്രൈവസി എന്നുള്ള രീതിയിലൊക്കെയാണ് അന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ നോക്കുവാണെങ്കിൽ യു കാൺ ലീവ് വിത്തൗട്ട് ഇറ്റ്. Why? Because it has evolved out of a constructive criticism that my students have given me and telling that the people should know what your skill is. So why can't you get into the Instagram? So that is point number 1. Instagram ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. കാരണം ദിസ് ജോബിൽ മെസ്സേജ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. Then we connected. Then we decided to talk about it. So now constructive criticism ഞാനിപ്പോൾ പറഞ്ഞത് ഒരു സിമ്പിൾ കാര്യമാണ്. അത് മാത്രമല്ല, ഞങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരും. ഒരു സാധാരണ ആൾക്കാർ, ഒരു ഡിസൈൻ സ്പെഷ്യലിസ്റ്റ്, ഒരു എഞ്ചിനീയർ, എല്ലാവരും ഇരുന്നിട്ടാണ് ഒരു പ്രൊഡക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പ്രൊഡക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് അപ്പോൾ അവർ തരുന്ന കുറച്ച് ക്രിറ്റിസിസം ഉണ്ട്, അത് തരുന്ന കുറച്ച് അറിവുകളുണ്ട്, അത് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ നമ്മൾ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഈസ് part and parcel of your journey as a chef, not only as a chef, for any career for that matter. Karanam ee criticism makes you to think how better you can be in the next point of your journey.